കർത്താവിൽ പ്രിയരെ, ഇന്ന് നമ്മുടെ ബൈബിൾ സെഷന് ഒരു പ്രത്യേകതയുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, ജെറി ഒഴികെ ആർക്കെങ്കിലും നമ്മുടെ ബൈബിൾ സെഷൻ ആരംഭിച്ചിട്ട് ഇന്നൊരു ഒരു ഒരു പ്രത്യേക ദിവസമാണെന്ന് എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ തന്നെ പറയേണ്ടി വരുമോ? വീഡിയോസ് ഒന്ന് ഓണാക്കാമോ? ഞാൻ നിങ്ങളൊക്കെ ഒന്ന് കണ്ടോട്ടെ. അച്ഛനെ സുഖമായിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു അച്ഛാ. എല്ലാവരും ഒന്ന് വീഡിയോ ഓണാക്കാമോ? പ്രകാരം വേദപുസ്തകം പഠിച്ചിട്ടും അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്നുള്ള വചനമൊക്കെ നിങ്ങൾ പഠിച്ചതല്ലേ? വീഡിയോ ഒന്ന് ഓണാക്കിയാൽ സന്തോഷമായിരുന്നു. ഇന്നൊരു പ്രത്യേകതയുണ്ട്, എന്താന്ന് പറയാമോ? നമ്മുടെ ബൈബിൾ സ്റ്റഡി തുടങ്ങിയിട്ട് ഇന്ന് 100ാമത്തെ സെഷനാണ്. ആരെങ്കിലും ആ പോസ്റ്റർ ശ്രദ്ധിച്ചായിരുന്നോ? പ്രിയപ്പെട്ടവരെ, ഈ 100 സെഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു നിസ്സാര കാര്യമല്ല. അതിനൊരു ദൈവത്തിന്റെ കരുണ തീർച്ചയായിട്ടും കിട്ടിയില്ലെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഈ സമയത്ത് ദൈവത്തിന്റെ കരുണയോട്, ദൈവത്തിന്റെ വലിയ കൃപയോട് നന്ദി അർപ്പിക്കുകയാണ്. കാരണം 100 സെഷൻ ഈ ബൈബിൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുവാനും വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ദൈവം നമുക്ക് ഒത്തിരി ഭാഗ്യം തന്നു. അതിനെ ഓർത്ത് ദൈവത്തിന് ആദ്യം നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സമയത്ത് ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പേരാണ് നമ്മുടെ ഇടവകയുടെ മുൻ വികാരി ബഹുമാനപ്പെട്ട അജി എബ്രഹാം അച്ഛൻ. ഏതാണ്ട് 90 സെഷൻ, 91ഓളം സെഷൻ അച്ഛൻ തന്നെയാണ് എടുത്തത്. പിന്നീടുള്ള ഒരു 10 അടുത്ത് മാത്രമേ എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ അജി അച്ഛനെ ഈ സമയത്ത് നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ഒപ്പം അജി അച്ഛനൊരു പ്രതിസന്ധിയിലൂടെ, ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ശബ്ദത്തിന് ഇച്ചിരി പ്രശ്നമായിട്ട് അതിന് വോയിസ് റെസ്റ്റിലൊക്കെയാണ്. 1 മാസം വോയിസ് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നുള്ള കാര്യം കൂടെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. അജിയച്ചന്റെ അഭാവത്തിൽ അജിയച്ചനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുകയാണ്. അടുത്തതായി ഗൂഗിൾ പ്ലാറ്റ്ഫോം ഇതിന്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ ജെറിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഷാജി ആ ചേച്ചിയും കൂടെയാണ്. രണ്ടുപേരെയും നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ഇതിന്റെ എല്ലാ ശനിയാഴ്ചകളിലും ഇതിനകത്ത് സമയം കണ്ടെത്തി ഇതിന്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി അവരുടെ സമയവും അവരുടെ സാഹചര്യങ്ങളും എല്ലാം ഇതിനു വേണ്ടി മാറ്റിവെക്കുകയാണ്. രണ്ടുപേരെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ അവരോട് ഇടവകയുടെ നാമത്തിലുള്ള നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ 100 ദിവസങ്ങളിലും നമുക്ക് പോസ്റ്ററുകൾ ക്രമീകരിച്ചു തന്നത് നമ്മുടെ ശ്രീമതി മരിയ തോമസ് ആണ്. നമ്മുടെ സാറാമ്മ ആന്റിയുടെ മകൾ മരിയ ആണ്. അതുപോലെ തന്നെ തോമസ് സാറുടെ മകൾ മരിയയാണ്. മരിയയോടുള്ള നന്ദിയും പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ 100 സെഷനിലും പങ്കെടുത്ത വ്യക്തികൾ ഇതിനകത്തുണ്ടാവാം, അല്ലെങ്കിൽ പലപ്പോഴായിട്ട് ഈ ഗൂഗിൾ മീറ്റിലൂടെ ഈ വേദപുസ്തക പഠനത്തിൽ പങ്കാളികളായ എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ
ദൈവം കൃപ ചൊരിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കാരണം വചനം വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. പൗലോസ്ലീഹ തന്നെ സഭയോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്, വിശ്വാസികളോട്. ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം അപേക്ഷിക്കുന്നുണ്ട്. അതുപോലെ വചനം ലഭിക്കണമോ, വെളിപ്പെടുത്തലുകൾ ലഭിക്കണമോ, തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയരണം. അതുകൊണ്ട് ആ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടെ നിങ്ങളോട് അപേക്ഷകൾ സമർപ്പിക്കുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇയ്യോബിന്റെ പുസ്തകം 1-2 അധ്യായങ്ങളാണ് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. വീഡിയോ ഓഫ് ചെയ്യേണ്ടവർക്ക് ഓഫ് ചെയ്യാം. ഇയ്യോബിന്റെ പുസ്തകം 1-2 അധ്യായങ്ങൾ. ഇയ്യോബ് എന്ന ഒരു നീതിമാനായ മനുഷ്യൻ, ദൈവഭക്തനായ, നിഷ്കളങ്കനായ, നേർവഴിയിലൂടെ മാത്രം ചരിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടത്തിലെ സമൃദ്ധിയെ പറ്റിയും തുടർന്ന് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായിട്ട് കടന്നു വന്ന സാത്താന്റെ ഇടപെടൽ മൂലം ഇയ്യോബിന്റെ ജീവിതം വലിയ കഷ്ടതയിലേക്ക്, ദുരിതത്തിലേക്ക് വീണുപോയതിന്റെ ഒരു സാഹചര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. സാത്താൻ ഇടപെടുന്നു. ഇയ്യോബിന്റെ സർവ്വ സമ്പാദ്യങ്ങളും ആദ്യം നശിപ്പിച്ചു കളയുകയാണ്. എല്ലാ സമ്പാദ്യങ്ങളും, അദ്ദേഹത്തിന്റെ 10 മക്കളും ഒരു ദിവസം മരണപ്പെടുന്നു. പക്ഷെ അതിലൊന്നും ഇയ്യോബ് ദൈവത്തോട് അവിശ്വസ്തത കാണിക്കുന്നില്ല, ദൈവത്തിനെതിരായിട്ട് പിറുപിറുക്കുന്നില്ല, ദൈവത്തോട് അദ്ദേഹത്തിന് മടുപ്പ് തോന്നുന്നുമില്ല. പിന്നീട് സാത്താൻ രണ്ടാമത്തെ അധ്യായത്തിൽ രണ്ടാമതും ദൈവസന്നിധിയിൽ സാത്താൻ ചെന്ന് ഇയ്യോബിന് വേണ്ടി വാദിക്കുകയാണ്. അപ്പൊ ദൈവം വീണ്ടും അനുവാദം കൊടുത്ത് ഇയ്യോബിന്റെ ശരീരം മുഴുവനും ഒരു തരത്തിലുള്ള പ്രത്യേക രോഗബാധ ഉണ്ടാവുകയാണ്. ശരീരം മുഴുവനും അഴുകി നാറ്റം വമിക്കുന്ന ഒരവസ്ഥ, അതുപോലെ ചലം പുറത്തേക്ക് വരുന്ന തരത്തിൽ കുഷ്ഠരോഗത്തിന് സമാനമായ ഒരു രോഗപീഠ ദൈവം അതിനുള്ള അനുവാദം സാത്താന് കൊടുക്കുകയാണ്. ആ ഒരു അനുവാദം വന്നിട്ടും ഇയ്യോബ് ദൈവത്തിന് വിരോധമായിട്ടൊന്നും സംസാരിക്കാതെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിക്കേണ്ടതും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യേണ്ട വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി. പക്ഷെ ജീവിത പങ്കാളിയും നേരെ വിപരീത ദിശയിൽ നിന്ന് ഈ ഇയ്യോബിനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. ഇനിയും നീ ദൈവഭക്തി മുറുകെ പിടിക്കുകയാണോ, പോയി തൂങ്ങിച്ചാവാനായിട്ട് ഭാര്യ ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് പോലും അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം അദ്ദേഹം നടത്തുന്നുണ്ട്. നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കരുത്, ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ചതുപോലെ തന്നെ തിന്മയും സ്വീകരിച്ച എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് അദ്ദേഹം ഭാര്യയെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന ഒരു ഭാഗമൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പിന്നീട് ഇയ്യോബിന്റെ ഒരു 3 സുഹൃത്തുക്കൾ കടന്നു വരികയാണ്. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് നിർത്തിയത്. 3 സുഹൃത്തുക്കളിൽ ഒന്നാമത്തെ ആളുടെ പേരാണ് എലീഫസ്, രണ്ടാമത്തെ ആള് ശൂഹ്യനായ ബിൽദാദ്, മൂന്നാമത്തെ ആള് നയമത്യനായ സോഫർ. ഈ എലീഫസ് എന്ന പേരിന്റെ അർത്ഥം ഞാൻ കഴിഞ്ഞ ആഴ്ച പറയാനായിട്ട് വിട്ടുപോയതാണ്. എലീഫസ് എന്ന പേരിന്റെ അർത്ഥം ദൈവം വിജയിയാണ് എന്നാണ്. എലീഫസ്, തേമാന്യനായ എലീഫസ്, ദൈവം വിജയിയാണ്. രണ്ടാമത്തെ ശൂഹ്യനായ ബിൽദാദ്. ബിൽദാദ് എന്ന പേരിന്റെ അർത്ഥം ബാൽ കർത്താവാണ്. ബാൽ കർത്താവാണ് എന്നാണ് ബിൽദാദ് എന്ന പേരിന്റെ അർത്ഥം. മൂന്നാമതായി സോഫർ. സോഫർ എന്ന വാക്കിന്റെ അർത്ഥം, പേരിന്റെ അർത്ഥം ചെറിയ പക്ഷി എന്നാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോ ഈ 3 സുഹൃത്തുക്കൾ കടന്നു വരികയാണ്. അവര് 7 ദിവസം 7 രാപ്പകൽ അവനോടുകൂടെ ഇരിക്കുകയാണ്. ഈ സമയത്തെല്ലാം കഠിനമായ വേദനകളിലൂടെ ഇയ്യോബ് കടന്നു പോവുകയാണ്. പക്ഷെ അദ്ദേഹം ഒന്നും സംസാരിക്കുന്നില്ല. ഒരുപക്ഷെ പ്രാർത്ഥിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ മാനസിക വേദനകളിലൂടെ കടന്നു പോവുകയായിരിക്കാം.
ഒന്നും സംസാരിക്കാതിരിക്കുകയാണ്. അത് കണ്ട് ഇയ്യോബിന്റെ 3 സുഹൃത്തുക്കളും ജലപാനമെല്ലാം ഉപേക്ഷിച്ച് ഉപവാസം എടുത്ത് ഇയ്യോബിനോട് ചേർന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രമാണ് 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടത്. അതോടുകൂടെ 2-ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. 3-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇയ്യോബ് സംസാരിക്കാനായിട്ട് ആരംഭിക്കുക. ഇയ്യോബ് ഒരു സംസാരം ആരംഭിക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ജന്മദിവസത്തെ ശപിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ ജന്മദിവസത്തെ അദ്ദേഹം ശപിച്ചുകൊണ്ടിരിക്കുക. അതൊന്ന് വായിക്കാമോ? 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം ഇയ്യോബ് വായി തുറന്നു തന്റെ ജന്മദിവസത്തെ ശപിച്ചു. ഇയ്യോബ് പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ ജനിച്ച ദിവസവും ഒരു ആൺ ഉൽപ്പാദിച്ചുവെന്ന് പറഞ്ഞ രാത്രിയും നശിച്ചു പോകട്ടെ. ആ നാൾ ഇരുണ്ടു പോകട്ടെ. മേലിൽ നിന്ന് ദൈവം അതിനെ കടാക്ഷിക്കരുതേ. പ്രകാശം അതിന്മേൽ ശോഭിക്കുകയും വരുതേ. ഇരുളും അന്ധതമസും അതിനെ ആക്കട്ടെ. ഒരു മേഘം അതിന്മേൽ അമരട്ടെ. പകലിനെ ഇരുട്ടുന്നതൊക്കെയും അതിനെ പേടിപ്പിക്കട്ടെ. ആ രാത്രിയിൽ കൂരിരുൾ പിടിക്കട്ടെ. അത് ആണ്ടിന്റെ നാളുകളുടെ കൂട്ടത്തിൽ സന്തോഷിക്കരുത്. മാസങ്ങളുടെ എണ്ണത്തിൽ വരികയും വരുത്. അതെ, ആ രാത്രി മച്ചിയായിരിക്കട്ടെ. ഉല്ലാസഘോഷം അതിലുണ്ടാകരുത്. മഹാസർപ്പത്തെ ഇളക്കുവാൻ സമർത്ഥമായ ദിവസത്തെ ശപിക്കുന്നവർ അതിനെ ശപിക്കട്ടെ. അതിന്റെ സന്ധ്യാനക്ഷത്രങ്ങൾ ഇരുണ്ടു പോകട്ടെ. അത് വെളിച്ചത്തിന് കാത്തിരുന്ന് കിട്ടാതെ പോകട്ടെ. അത് ഉഷസ്സിന്റെ കണ്ണിമ ഒരിക്കലും കാണരുത്. അത് എനിക്ക് ഗർഭദ്വാരം അടച്ചില്ലല്ലോ, എന്റെ കണ്ണിന് കഷ്ടം മറച്ചില്ലല്ലോ. മതി 10 വാക്യങ്ങൾ. ഈ 10 വാക്യങ്ങളിൽ അദ്ദേഹം ജനിച്ച ദിവസത്തെ ശാപവാക്കുകൾ കൊണ്ട് നിറയ്ക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ, വേദനയുടെ പാരമ്യത്തിൽ അദ്ദേഹം വാ തുറന്ന് ശപിക്കുകയാണ്. നമ്മൾ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകാം, ഇങ്ങനെ ഒരു ജന്മം ഉണ്ടാവാതിരുന്നായില്ലെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുകയും പറയുകയും പരാതി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഇയ്യോബ് സഹനത്തിന്റെ മൂർധന്യാവസ്ഥയിൽ അദ്ദേഹം തന്റെ ജന്മദിവസത്തെ ശപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതേപോലെ വേദപുസ്തകത്തിൽ മറ്റൊരാളും തന്റെ ജന്മദിവസത്തെ ശപിക്കുന്നുണ്ട്. ആർക്കെങ്കിലും പറയാമോ ആരാന്ന്? താൻ ജനിച്ച ദിവസത്തെ ഇയ്യോബ് ശപിക്കുന്നത് പോലെ തന്നെ മറ്റൊരാൾ കൂടെ ശപിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം, നിങ്ങൾക്ക് പെട്ടെന്നൊരു ക്ലൂ പറയാം. അദ്ദേഹം ഒരു പ്രവാചകനാണ്. ആർക്കെങ്കിലും പറയാമോ? ഇയ്യോബിനെ യോനയാണോ? അല്ല, യോന തന്റെ ജന്മദിവസത്തെ ശപിക്കുന്നില്ല. ഒരു വലിയ പ്രവാചകന്മാരിൽപ്പെട്ട ഒരാളാണ്. ഇതിൽ കൂടുതൽ പറയാൻ പറ്റും. അല്ല. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം എടുക്കാമോ? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടിരിക്കട്ടെ. എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ. നിനക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു എന്ന് എൻ്റെ അപ്പനോട് അറിയിച്ച് അവനെ ഏറ്റവും സന്തോഷിപ്പിച്ച മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. എൻ്റെ അമ്മ എൻ്റെ ശവക്കുഴിയും അവളുടെ ഗർഭപാത്രം എല്ലായ്പ്പോഴും നിറഞ്ഞതും ആയിരിക്കേണ്ടതിന് ആ മനുഷ്യൻ എന്നെ ഉദരത്തിൽ വെച്ച് കൊന്നുകളയാകൊണ്ട് അവൻ യഹോവ അനുതപിക്കാതെ ഉന്മൂലനാശം വരുത്തിയ പട്ടണങ്ങളെ പോലെ ആയിത്തീരട്ടെ. രാവിലെ ഞാൻ നിലവിളിയും ഉച്ചസമയത്ത് പോർവിളിയും കേൾക്കുമാറാകട്ടെ. കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം ലജ്ജയിൽ കഴിച്ചു കൂട്ടേണ്ടതിന് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന്? മതി. യിരെമ്യാവും എന്തുകൊണ്ടാണ് തന്റെ ജീവിതത്തെ ശപിക്കുന്നതെന്നാണ് അവസാനത്തെ വാക്യം. കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം ലജ്ജയിൽ കഴിച്ചു കൂട്ടേണ്ടതിന് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന്? യിരെമ്യാവ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോ ഇയ്യോബും യിരെമ്യാവും ഒരുപോലെ തങ്ങളുടെ ജന്മദിവസത്തെ അല്ലെങ്കിൽ തങ്ങളുടെ ജന്മത്തെ അവരെ ശപിക്കുകയാണ്. കാരണം അത്രമേൽ കഷ്ടതകളിലൂടെ കടന്നുപോയ വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. യിരെമ്യാവിന്റെ ജീവിതത്തിൽ നമുക്കറിയാം, ഒരു ചെളിക്കുണ്ടിൽ അദ്ദേഹത്തെ കഴുത്തോളം മുക്കിയിട്ടിരിക്കുക. അങ്ങനെ ഒത്തിരി പ്രയാസത്തിലൂടെ അദ്ദേഹം കടന്നു പോവുക. കാരണം അദ്ദേഹത്തിന്റെ
വളരെ ചെറുപ്പ കാലഘട്ടത്തിൽ പ്രവാചക ദൗത്യം ഏറ്റെടുത്ത വ്യക്തിയാണ് ഇരമ്യാവ്. അപ്പൊ ഈ ഇരമ്യാവ് ഈ വചന പ്രഘോഷണം തുടങ്ങിയപ്പോൾ മുതൽ ഇസ്രായേൽ ജനത്തിന്, സ്വന്തം ജനത്തിന് വിരോധമായ വചനങ്ങൾ മാത്രമാണ് ദൈവം അദ്ദേഹത്തിന്റെ വായിലൂടെ ഈ ജനത്തോട് പറയുന്നത്. അപ്പോൾ ഈ ജനമെല്ലാം എതിരായിരുന്നു എന്നും. അത് ഇന്നും സാക്ഷാൽ സത്യവചനം ശരിയായ രീതിയിൽ പ്രസംഗിച്ചാൽ ആളുകളെല്ലാം ശത്രുക്കളാവും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഇരമ്യാവ് ദൈവം കൊടുക്കുന്ന വചനങ്ങൾ ശക്തമായിട്ട് പ്രഘോഷിച്ചു കൊണ്ടിരുന്നു. അപ്പൊ അതിന് അനുസരിച്ച് അദ്ദേഹത്തിന് പീഡകൾ വർദ്ധിച്ചു വന്നുകൊണ്ടും ഇരുന്നു. അപ്പൊ ഇയ്യോബ് ശപിച്ചതുപോലെ തന്നെ ഇരമ്യാവും തന്റെ ജന്മദിവസത്തെ ശപിക്കുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. രണ്ടുപേരും തുല്യ ദുഃഖിതരായിരുന്നു എന്ന് രണ്ട് പുസ്തകങ്ങളും വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അദ്ദേഹത്തിന്റെ വേദനയുടെ പാരമ്യം എത്ര വലുതാണെന്ന് നമുക്ക് ഇതിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതിനുശേഷം ചില ചോദ്യങ്ങൾ അദ്ദേഹം ആരോടാണ് ചോദിക്കുന്നതെന്ന് നമുക്കറിയില്ല, ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത് അറിയില്ല. ഒരുപക്ഷെ ദൈവത്തെ ആയിരിക്കാം, അല്ലെങ്കിൽ തന്റെ മുമ്പിലിരിക്കുന്ന തന്റെ 3 സുഹൃത്തുക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരിക്കാം. ഇതിന് കൂടുതൽ സാധ്യത ഇത് പരോക്ഷമായിട്ട് നോക്കിയാൽ ദൈവത്തിലേക്കാണ് ഈ ചോദ്യങ്ങളെല്ലാം. ആ ചോദ്യങ്ങൾ എങ്ങനെയാണ്? 11ഉം 12 വാക്യങ്ങളൊന്ന് വായിക്കാമോ? 11ഉം 12 വാക്യങ്ങൾ. ഇയ്യോബിന്റെ പുസ്തകം 3-ന്റെ 11, 12. ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാഞ്ഞതെന്ത്? ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ പ്രാണൻ പോകാതിരുന്നതെന്ത്? മുഴങ്കാൽ എന്നെ ഏറ്റുകൊണ്ടത് എന്തിന്? എനിക്ക് കുടിപ്പാൻ മുല ഉണ്ടായിരുന്നത് എന്തിന്? ഈ 4 ചോദ്യങ്ങൾ ഇദ്ദേഹം 4 ചോദ്യങ്ങൾ ഇദ്ദേഹം ചോദിക്കുകയാണ്. ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാതിരുന്നത് എന്തുകൊണ്ട്? നമ്മളിതൊന്ന് പ്രത്യക്ഷത്തിൽ ദൈവത്തോടാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ മരണത്തിന്റെ അധികാരി, ജീവൻ നൽകുന്ന ആൾ ആരാണ്? ദൈവമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ചോദ്യം എവിടേക്കാണ്? ദൈവത്തിലേക്കുള്ള ഒരു ചോദ്യമാണ്. ഞാൻ എന്തിനാണ് ഈ കഷ്ടപ്പാടിന്റെ നടുവിലേക്ക് പിറന്നു വീണത്? ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ മരിച്ചായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നൊക്കെ അദ്ദേഹം ചോദിക്കുകയാണ്. പിന്നീട് ചോദിക്കുകയാണ്, ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ പ്രാണൻ പോകാതിരുന്നത് എന്ത്? അതായത് ഗർഭപാത്രത്തിൽ വെച്ച് മരിച്ചില്ല, എന്നാ പോട്ടെ, അദ്ദേഹം അമ്മയുടെ പ്രസവ സമയത്തെങ്കിലും ഞാൻ മരിച്ചായിരുന്നെങ്കിൽ എന്ന് ദൈവത്തോട് ചോദിക്കുകയാണ്. പിന്നീട് ചോദിക്കുകയാണ്, മുഴങ്കാൽ എന്നെ ഏറ്റുകൊണ്ടത് എന്തിന്? ഒരുപക്ഷെ മാതാവിന്റെ മടിയിലായിരിക്കാം, അല്ലെങ്കിൽ പിതാവിന്റെ മടിയായിരിക്കും ഉദ്ദേശിക്കുന്നത്. അവിടെ ഞാൻ എന്തിനാണ് എന്നെ ഏറ്റുവാങ്ങിയത് എന്ന് അദ്ദേഹം ചോദിക്കുക. അതിനുശേഷം എനിക്ക് കുടിപ്പാൻ മുലയുണ്ടായത് എന്തിനെന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ച് ഒരു ആശ്വാസം കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ്. അതിനുശേഷം 13 മുതൽ 19 വരെ ഈ ചോദ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉള്ള മറുപടിയും അദ്ദേഹം തന്നെ പറയുകയാണ്. ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, 13 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ഇപ്പോൾ കിടന്ന് വിശ്രമിക്കുമായിരുന്നു, ഞാൻ ഉറങ്ങി വിശ്രാന്തി പ്രാപിക്കുമായിരുന്നു. അതായത് മരിച്ചു പോയായിരുന്നെങ്കിൽ, ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് എൻ്റെ ജീവിതം അവസാനിച്ചായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പ്രസവ സമയത്ത് ഞാൻ മരിച്ചായിരുന്നെങ്കിൽ, ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഞാൻ കിടന്ന് വിശ്രമിക്കുമായിരുന്നു, ഞാൻ ഉറങ്ങി വിശ്രാന്തി പ്രാപിക്കുമായിരുന്നു. ഇയ്യോബിന്റെ ഓരോ പ്രത്യാശകളാണ്, അദ്ദേഹത്തിന്റെ ഓരോ മനോവിചാരങ്ങളാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് 14-ാമത്തെ വാക്യം, തങ്ങൾക്ക് ഏകാന്ത നിവാസങ്ങൾ പണിത ഭൂരാജാക്കന്മാരോടും മന്ത്രിമാരോടും അഥവാ കനക സമ്പന്നരായി സ്വഭവനങ്ങൾ വെള്ളി കൊണ്ട് നിറച്ചു വെച്ച പ്രഭുക്കന്മാരോട് കൂടെ തന്നെ. അതായത് ഇവരെല്ലാം മരിച്ചുപോയി, മൺമറഞ്ഞു പോയവരെല്ലാം ഈ ഒരു അവസ്ഥയിലാണെന്ന് അദ്ദേഹം പറയുകയാണ്. അതിനുശേഷം പറയുകയാണ്, അല്ലെങ്കിൽ ഗർഭം അലസിപ്പോയിട്ട് ഒഴിച്ചിട്ട് കളഞ്ഞ പിണ്ടം പോലെയും വെളിച്ചം കണ്ടിട്ടില്ലാത്ത പിള്ളകളെ പോലെയും ഞാൻ ഇല്ലാതെ പോകുമായിരുന്നു. അവിടെ ദുർജനം ഉപദ്രവിക്കാതെ ഇരിക്കുന്നു, അവിടെ ക്ഷീണിച്ചു പോയവർ വിശ്രമിക്കുന്നു, അവിടെ ബദ്ധന്മാർ ഒരുപോലെ സുഖമായിരിക്കുന്നു, പീഡകന്റെ ശബ്ദം അവർ കേൾക്കാതിരിക്കുന്നു, ചെറിയവനും വലിയവനും അവിടെ ഒരുപോലെ, ദാസന് യജമാനന്റെ കീഴിൽ നിന്ന് വിടുതൽ കിട്ടിയിരിക്കുന്നു. അതായത് മരണത്തിന്റെ അപ്പുറം എന്തൊക്കെ ആയിരിക്കാം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു മനോവിചാരങ്ങളാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല, അവിടെ ദാസൻ യജമാനന്റെ കീഴിൽ ആയിരിക്കുന്നില്ല,
അതുപോലെ തന്നെ അവിടെ ദുർജനം ഉപദ്രവിക്കുന്നില്ല, ദുഷ്ടജനങ്ങളുടെ ഉപദ്രവമില്ല, എല്ലാവരും ഒരുപോലെ, എല്ലാവരും ശാന്തമായിട്ട് ആയിരിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇതിനെപ്പറ്റി വിചാരിക്കുന്നത്. അതിലൊരു ആശ്വാസം കണ്ടെത്താനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ്. അതിനുശേഷം 20-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം വീണ്ടും മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. അരിഷ്ടന് പ്രകാശവും ദുഃഖിതർക്ക് ജീവനും കൊടുക്കുന്നത് എന്തിന്? ആരോടാണ് ചോദിക്കുന്നത്? നമുക്ക് പരോക്ഷമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാകും. കാരണം അരിഷ്ടന് പ്രകാശവും ദുഃഖിതന്മാർക്ക് ജീവനും കൊടുക്കുന്നത് എന്തിന്? ജീവൻ കൊടുക്കുന്നത് ആരാണ്? ദൈവമാണ്. അപ്പൊ ദൈവത്തോടാണ് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ. അതിനുശേഷം 21 അതിന്റെ കാരണം അദ്ദേഹം പറയുകയാണ്. അവർ മരണത്തിനായി കാത്തിരിക്കുന്നു, അത് വരുന്നില്ല താനും. നിധിക്കായി ചെയ്യുന്നതിനും അധികം അവർ അതിനായി കുഴിക്കുന്നു. അവർ ശവക്കുഴി കണ്ടാൽ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും. അതായത് അരിഷ്ടനും ദുഃഖിതനുമായിരിക്കുന്ന മനുഷ്യനെ പറ്റി അദ്ദേഹം പറയുകയാണ്. മരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ശവക്കുഴി കാണുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ടെന്നൊക്കെ പറയുകയാണ്. പിന്നീട് 23-ാമത്തെ വാക്യത്തിൽ അടുത്തൊരു ചോദ്യം കൂടെ അദ്ദേഹം ചോദിക്കുകയാണ്. വഴി മറഞ്ഞിരിക്കുന്ന പുരുഷനും ദൈവം നിരോധിച്ചിരിക്കുന്നവനും ജീവനെ കൊടുക്കുന്നത് എന്തിന്? അതായത് ജീവിതത്തിൽ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ പ്രതിസന്ധികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നവനും അതുപോലെ തന്നെ ദൈവത്തിന്റെ ഒരു കൃപാകടാക്ഷവും ലഭിക്കാത്തവനും എന്തിനാ ജീവിക്കുന്നതെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ മറ്റൊരു വീക്ഷണകോണിലേക്ക് പോവുകയാണ്. ഭക്ഷണത്തിന് മുമ്പേ എനിക്ക് നെടുവീർപ്പ് വരുന്നു, എൻ്റെ ഞരക്കം വെള്ളം പോലെ ഒഴുകുന്നു. അദ്ദേഹത്തിന്റെ വിഷമത്തെ അദ്ദേഹം വീണ്ടും നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ പറയുകയാണ്. ഭക്ഷണത്തിന് മുമ്പേ എനിക്ക് നെടുവീർപ്പ് വരുന്നു. സാധാരണ ഭക്ഷണം കാണുമ്പോൾ നമുക്കൊക്കെ സന്തോഷമാണ് വരുന്നത്, പക്ഷെ ഇദ്ദേഹത്തിന് എന്താണ്? നെടുവീർപ്പ് വരികയാണ്. പിന്നീട് എൻ്റെ ഞരക്കം വെള്ളം പോലെ ഒഴുകുന്നു. അതിനുശേഷം പറയുന്ന ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വാക്യാണ് 25-ാമത്തെ വാക്യം. ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. എന്താ അർത്ഥമാക്കുന്നത്? ആർക്കെങ്കിലും പറയാമോ? ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. എന്താ ഇയ്യോബ് ഈ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ആർക്കെങ്കിലും പറയാമോ? എന്ത് വേണേലും പറയാം. ഇയ്യോബിന്റെ മക്കള് പാപം ചെയ്തതുകൊണ്ട് ഇയ്യോബിന് ആ ഒരു വിചാരം മനസ്സിലുണ്ടാകും. പാപം ചെയ്തു എന്ന് പറയുന്നില്ല കൊച്ചമ്മേ, പാപം ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് അങ്ങനെ ഒരു പാപം ചെയ്തു പോയോ എന്നുള്ളൊരു വിചാരം മാത്രം ഇയ്യോബിന് ഉണ്ടായിരുന്നത്. മക്കള് പാപം ചെയ്തു എന്ന് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അതായത് ഇയ്യോബ് ജീവിച്ചിരിക്കുമ്പോ ഇയ്യോബിന് കഷ്ടത വരുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടായിരുന്നു. അതാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു. അദ്ദേഹം നല്ല സമ്പന്നനായി ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ പിശാച് കൊടുത്തൊരു ഭയം ഉണ്ടായിരുന്നു. ഈ സമ്പത്തെല്ലാം ദൈവമേ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ? അതോടൊപ്പം തന്നെ 10 മക്കളുണ്ട്, നല്ല മിടുക്കന്മാരായ 7 ആൺമക്കളും നല്ല മിടുക്കികളായ 3 പെൺമക്കളും. അപ്പൊ ഈ 10 മക്കളുടെ കാര്യത്തിൽ ഇദ്ദേഹത്തിന് ഒരു ആകുലത ഉണ്ടായിരുന്നു. ദൈവമേ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മക്കൾ ആരെങ്കിലും മരിച്ചു പോവുമോ? ഇങ്ങനെയുള്ള ഒരു പേടി ആരുടെ ഉള്ളിലുണ്ടായിരുന്നു? ഇയ്യോബിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇയ്യോബ് പറയുന്നത്, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. അപ്പൊ ഇദ്ദേഹം എന്തൊക്കെ പേടിച്ചിരുന്നോ അതെല്ലാം ഇപ്പൊ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുക. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ വേദപുസ്തകത്തിൽ 360 തവണ കർത്താവ് ഇതിനകത്ത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട്, ഭയപ്പെടേണ്ട. ഇത്രയും തവണ ഉപയോഗിച്ച മറ്റൊരു വാക്കുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ 360 തവണ ദൈവം ഉപയോഗിക്കുന്ന വാക്കാണ്, മനുഷ്യനെ ആശ്വസിപ്പിക്കാനും ബലപ്പെടുത്താനും ഉപയോഗിക്കുന്ന വാക്കാണ് ഭയപ്പെടേണ്ട. പ്രിയപ്പെട്ടവരെ, സദൃശവാക്യം 1-ാം അധ്യായം എടുക്കാമോ? സദൃശവാക്യം 1-ാം അധ്യായം 27 ഒന്ന് വായിക്കാമോ? സദൃശവാക്യം 1-ാം അധ്യായം 26-27.
ഞാനും നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് കൊടുങ്കാറ്റ് പോലെയും നിങ്ങളുടെ ആപത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമ്പോൾ, കഷ്ടവും സങ്കടവും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ. മതി. അതായത് സദൃശ്യവാക്യത്തിലും ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുക. ആരംഭത്തിൽ തന്നെ നമുക്കെല്ലാം തിരിച്ചറിവ് ലഭിക്കാൻ തക്ക വിധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചേർത്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കും. അതിനുശേഷം പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് കൊടുങ്കാറ്റ് പോലെ പെട്ടെന്ന് തന്നെ വന്ന് ഭവിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് എന്ത് പാടില്ല? നമുക്ക് ഭയം പാടില്ല. ഒന്നിനെ പറ്റിയും ആകുലത പാടില്ല. കാരണം സുവിശേഷങ്ങളിൽ കർത്താവ് ആകുലപ്പെടരുതെന്ന് എത്രയോ തവണയാണ് പറഞ്ഞിരിക്കുന്നത്. ആകുലപ്പെട്ടത് കൊണ്ട് നിന്റെ മുടി ഒന്ന് വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ നിനക്ക് കഴിയുമോ എന്ന് ദൈവം ചോദിക്കുന്നുണ്ട്. പിന്നെ കർത്താവ് പറയുന്നുണ്ട്, നിന്റെ തലയിലെ മുടിയെല്ലാം ഓരോ മുടി ഇഴകളും എണ്ണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നെല്ലാം ദൈവത്തിന്റെ ആത്മാവ് ഈ വേദപുസ്തകത്തിൽ ഒത്തിരി തവണ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ഉദാഹരണം നമുക്ക് എടുത്താൽ അറിയാം ഭയപ്പെട്ടാൽ എന്താ സംഭവിക്കുന്നതെന്ന്. അതായത് ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും ഒരു ഇടത്തെ ദൈവിക ശുശ്രൂഷ കഴിഞ്ഞപ്പോ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് മുമ്പേ അക്കരയ്ക്ക് പോകാനായിട്ട് പറഞ്ഞു. സന്ധ്യാസമയത്താണ് പറയുന്നത്. അപ്പോ ശിഷ്യന്മാര് യേശുവിന്റെ വാക്ക് കേട്ട് പടകിൽ കയറി അവരെന്ത് ചെയ്തു? അവര് സഞ്ചരിക്കുകയാണ് അക്കരയ്ക്ക്. യേശു വന്നില്ല. യേശു ഒരു മലമുകളിൽ കയറിയിരുന്ന് പാതിരാവരെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം യേശു എന്ത് ചെയ്യാണ്? യേശു വെള്ളത്തിന്റെ മീതെ നടന്ന് പത്രോസും അതുപോലെ തന്നെ മറ്റ് ശിഷ്യന്മാരും ഉള്ള പടകിന്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോ ശിഷ്യന്മാരെല്ലാം വാവിട്ട് നിലവിളിക്കുകയാണ്, ഇതാ ഒരു ഭൂതം വരുന്നു എന്ന് പറഞ്ഞ്. അപ്പൊ യേശു പറഞ്ഞു, ഇത് ഭൂതമൊന്നുമല്ല, ഇത് നിങ്ങളുടെ ഗുരുവായ യേശുവാണെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പൊ പത്രോസ് ശ്ലീഹായ്ക്ക് ഒരു ആഗ്രഹം, യേശുവെ, നീ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുന്നത് പോലെ ഒന്ന് നടക്കാനായിട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ യേശു പറഞ്ഞു, നീ പടകിൽ നിന്നിറങ്ങി എൻ്റെ അടുക്കിലേക്ക് വരിക. പ്രിയപ്പെട്ടവരെ, വെള്ളത്തിന്റെ മുകളിലൂടെ തന്നെ പത്രോസ് ശ്ലീഹ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? പിന്നീട് സംഭവിക്കുന്നത്, വലിയൊരു തിരമാല അടിച്ചു കയറി വരുന്നത് കണ്ടപ്പോ പത്രോസ് ഭയപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, എപ്പോ ഭയപ്പെട്ട ആ നാഴികയിൽ തന്നെ എന്ത് സംഭവിച്ചു? അദ്ദേഹം വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകാനായിട്ട് തുടങ്ങി. യേശു കൈനീട്ടി പിടിച്ച് ഉയർത്തിയിട്ട്, അല്പവിശ്വാസിയെ, നീ എന്തിനാണ് അവിശ്വസിച്ചത്? നീ എന്തിനാണ് ഭയപ്പെട്ടത്? നീ എന്തിനാണ് സംശയിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഭയം വന്നാൽ അതിന്റെ അപ്പുറത്ത് ഒരു തകർച്ച വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സാത്താൻ നമ്മുടെ ഹൃദയങ്ങളിലെല്ലാം ഭയം വിതയ്ക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഈ ഭയം മാറണമെങ്കിലോ ദൈവവചനത്തിൽ തന്നെ ശക്തിപ്പെട്ടാലേ ഈ ഭയത്തിൽ നിന്ന് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ 2007 യേശുക്രിസ്തുവിന്റെ സ്നേഹം അറിഞ്ഞ് യേശുവിനെ കൂടുതലായിട്ട് അറിയാനും അനുഭവിക്കാനും ഒക്കെ ഒരു ഭാഗ്യം എനിക്ക് ദൈവം തന്നത്. അപ്പൊ അങ്ങനെ പിന്നെ എൻ്റെ ചിന്ത മുഴുവനും എങ്ങനെ യേശുവിലേക്ക് മാത്രം എൻ്റെ ജീവിതം ഒന്ന് മാറ്റിയെടുക്കാം. ഫുൾ ടൈം പ്രാർത്ഥന, അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല. ഞാൻ അങ്ങനെ യേശുവിൽ മുഴുകി ജീവിക്കുക. ഒത്തിരി അനുഭവങ്ങളെല്ലാം ദൈവം എനിക്ക് തന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ ആ സമയത്താണ് സാത്താൻ ഉണ്ടോ എന്ന് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. കാരണം സാത്താൻ ഇറങ്ങി വന്ന് നമ്മളെ ഉപദ്രവിക്കും. വിശുദ്ധിയിലേക്ക് വളരാനായിട്ട് ശ്രമിക്കുമ്പോൾ, യേശുവിന്റെ സ്നേഹത്തിലേക്ക് കൂടുതൽ അടുത്തു വരാനായിട്ട് നോക്കുമ്പോൾ സാത്താൻ പലതരത്തിൽ നമ്മളെ ഭീതിപ്പെടുത്താനും പ്രയാസപ്പെടുത്താനും ഒക്കെ പരിശ്രമിക്കും. ഇതെനിക്ക് മനസ്സിലായപ്പോ ദൈവം എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ചെങ്കിലും എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഭയം ഉണ്ടായിരുന്നു, സാത്താൻ എന്നെ ഉപദ്രവിക്കുമോ. അതുകൊണ്ട് എനിക്ക് പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് പേടിയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഭയപ്പെട്ട് പിന്നീട് ആ സമയത്താണ് എനിക്ക് കുറച്ച് ആത്മീയമായ ഒരു സ്പിരിച്വൽ റീഡിങ്ങിനുള്ള നല്ല ബുക്കുകളൊക്കെ ദൈവം എനിക്ക് തന്നു. അതിലൂടെ എന്നെ കുറച്ച് ദൈവം ബലപ്പെടുത്തി. അപ്പൊ അതിനകത്ത് തന്ന ഒരു വലിയൊരു മെസ്സേജ് ആയിരുന്നു, ദൈവത്തിലേക്ക് അടുക്കുന്ന, വിശുദ്ധിയിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഏത് മേഖലയാണ് സാത്താൻ ഉപദ്രവിക്കുന്നതെന്ന്
കർത്താവ് ഒരു വിശുദ്ധന്റെ എഴുത്തുകളിലൂടെ എന്നെ പഠിപ്പിക്കുകയാണ്. അത് എങ്ങനെയായിരുന്നു? ആദ്യം പിശാച് ഉപദ്രവിക്കുന്നത് മനസ്സിനെയാണ്, ശരീരത്തെ അല്ല, ആത്മാവിനെ അല്ല. എന്ത് ഉപദ്രവിക്കണമെങ്കിലും ദൈവത്തിന്റെ അനുവാദം വേണം. ദൈവം വിട്ടുകൊടുക്കും ചില സമയങ്ങളിൽ. കാരണം നമ്മുടെ വിശ്വാസത്തിന്റെ ശോധന ദൈവം പരീക്ഷിക്കാനായിട്ട് സാത്താൻ ചോദിച്ചാൽ വിട്ടുകൊടുക്കും. ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു വിട്ടുകൊടുക്കലായിരിക്കാം. സാത്താന്റെ ഉപദ്രവങ്ങൾ ഏറി വന്ന സമയത്ത് ഞാൻ ഒത്തിരി നിരാശപ്പെട്ടു, ഒത്തിരി ഭയപ്പെട്ടു. ഇനി മുന്നോട്ട് പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല, ഇനി ഈ ഒരു പരിപാടി ഞാൻ നിർത്തുകയാണെന്നൊക്കെ ചിന്തിച്ചിരുന്ന കാലഘട്ടത്തിൽ ദൈവം എന്നെ ആശ്വസിപ്പിച്ച ഒരു വചനമുണ്ട്. ആ വചനമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. ഒന്ന് വായിക്കാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഇപ്പോഴോ യാക്കോബെ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ മറുവിലയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും സെബയെയും കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് ഈ വചനങ്ങൾ വന്നതോടുകൂടെ എന്റെ ജീവിതത്തിലെ ഭയം മാറാൻ തുടങ്ങി, എന്റെ ജീവിതത്തിലെ നിരാശ മാറാൻ തുടങ്ങി, എന്റെ ജീവിതത്തിലെ ആകുലതകൾ കുറയാൻ തുടങ്ങി. കാരണം കർത്താവ് വളരെ വ്യക്തമായിട്ട് എന്നോട് തന്നെയാണെന്ന് എനിക്ക് വളരെ വ്യക്തമായ സാഹചര്യങ്ങൾ എനിക്കുണ്ടായി. അതുകൊണ്ടാണ് ആദ്യം എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് വചനം കിട്ടി. പിന്നീട് ഞാൻ ആ കാലയളവിൽ എല്ലാ ദിവസവും നമ്മുടെ ശാലോമിൽ സ്വാന്തനം എന്ന് പറയുന്ന ഒരു വചന ശുശ്രൂഷയുണ്ട്. യാക്കോബ സഭയിലെ വൈദികരാണ് നടത്തിക്കൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ ഇന്ന് കാണുന്ന പോലെ യൂട്യൂബിൽ അത്ര വചന ശുശ്രൂഷകൾ സുലഭമല്ലാത്ത ഒരു കാലഘട്ടം. അപ്പൊ ആകെയുള്ള ഒരു ആശ്രയം ശാലോമൊക്കെ ആയിരുന്നു. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ 3 ദിവസം അടുപ്പിച്ച് ഞാനിങ്ങനെ വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വചനം എനിക്ക് ആദ്യം എടുത്ത് വായിച്ചപ്പോൾ കിട്ടി. അതിനുശേഷം അടുത്ത 3 ദിവസത്തെ വചന ശുശ്രൂഷകളിൽ 3 വ്യക്തികൾ ഉപയോഗിച്ചത് ഇതേ വചനമാണ്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവം ഇത് എന്നോട് സംസാരിക്കുന്ന വചനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, എങ്ങനെയാണ് അവിടെ പറയുന്നത്? ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. പ്രിയപ്പെട്ടവരെ, എൻ്റെ മനസ്സിലുണ്ടായ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. കാരണം സാത്താൻ ആ സമയങ്ങളിൽ എനിക്ക് തന്നുകൊണ്ടിരുന്ന ഏറ്റവും ഒരു ദുഷിച്ച ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, നിനക്കൊരിക്കലും യേശുവിൻ്റെ മകനായിട്ട് വളരാനായിട്ട് സാധിക്കില്ല, നിനക്കൊരിക്കലും വിശുദ്ധിയിലേക്ക് വളരാനായിട്ട് സാധിക്കില്ല. കാരണം നിന്റെ പഴയകാല ജീവിതം മുഴുവനും തിന്മ നിറഞ്ഞതായിരുന്നു. അല്ലെങ്കിൽ നിനക്ക് ഒരിക്കലും ഇനി ദൈവത്തിന്റെ മകനായിട്ട് വളരാൻ പറ്റില്ല. പ്രിയപ്പെട്ടവർ, ഇത് മാനസികമായിട്ട് പറഞ്ഞവതരിപ്പിക്കാൻ പറ്റില്ല. അത്രമേൽ പിശാച് മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന കാലഘട്ടങ്ങൾ. ഇങ്ങനെ ഈ ചിന്തകൾ കയറി വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റില്ല, വചനം വായിക്കാൻ പറ്റില്ല, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഈ ഒത്തിരി സഹനങ്ങൾ കടന്നു വരുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, ദൈവം എന്താ നിന്നിലേക്ക് അടുക്കുമ്പോൾ ഇത്ര വലിയ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസപ്പെടുത്തുന്ന അനുഭവങ്ങളും ഞെരുക്കങ്ങളും എന്താ കടന്നു വരുന്നത്? അതിനുശേഷം ദൈവം പറയുകയാണ്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോവുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. പ്രിയപ്പെട്ടവരെ, സഹനം ഉണ്ടാവില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞത്, സഹനം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. പക്ഷെ ആ സഹനം നിന്നെ തകർത്ത് കളയുകയില്ല. പിശാചിന്റെ ഉപദ്രവങ്ങൾ അഗ്നി പോലെ കടന്നു വന്നാലും അത് നിന്നെ നിന്നെ ഉന്മൂല നാശം ചെയ്യുകയില്ലെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം എന്നെ ആശ്വസിപ്പിക്കുക. എനിക്ക് വലിയ പ്രത്യാശയായി. എൻ്റെ ഭയങ്ങൾ കുറെ മാറാനായിട്ട് തുടങ്ങി. പിന്നെ എനിക്ക് പ്രാർത്ഥിക്കാനും വചനം വായിക്കാനും ജീവിക്കാനൊക്കെ ഉള്ളൊരു പ്രത്യാശ കിട്ടാനായിട്ട് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ കടന്നു വന്നിരിക്കാം. പിശാച്
ഭയം എന്ന ദുർവികാരം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും. ഇയ്യോബിന്റെ ഉള്ളിലും അതുപോലെ തന്നെ മറ്റ് പ്രവാചകന്മാരുടെ ഉള്ളിലൊക്കെ ഈ ഭയം കൊടുക്കുന്നുണ്ട് സാത്താൻ. ഏലിയാവ് ഭയപ്പെടുന്നുണ്ട്, ഇല്ലേ? എന്തുമാത്രം ശക്തമായ ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ് ഏലിയാവ്. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ബാലിന്റെ 500-ലധികം പ്രവാചകന്മാരുടെ മുമ്പിൽ ജനം മുഴുവനും എതിര് നിൽക്കുന്നു. യഹോവയുടെ ഒറ്റ പ്രവാചകനായിട്ട് നിന്ന് ഇദ്ദേഹം ബലിപീഠത്തിൽ ഇദ്ദേഹം പ്രാർത്ഥിച്ച് അഗ്നി ഇറക്കിയവനാണ്. അങ്ങനെ അഗ്നി ഇറക്കി ബാലിന്റെ പ്രവാചകന്മാരെ എല്ലാം കൊന്നൊടുക്കിയ മനുഷ്യനാണ്. പക്ഷേ ഇസബൽ എന്ന രാജ്ഞി ഇദ്ദേഹത്തിനെതിരെ പറഞ്ഞപ്പോൾ, നിന്നെ അടുത്ത പ്രഭാതം കാണിക്കുകയില്ലെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഭയപ്പെടുക എന്ന് മാത്രമല്ല, അദ്ദേഹം മരിക്കാനായിട്ട് ആഗ്രഹിക്കുക. മരുഭൂമിയിലേക്ക് ഓടിപ്പോയി ഒരു ചൂരൽ ചെടിയുടെ കീഴിൽ കടന്ന് മരിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പിന്നീടാണ് ദൈവത്തിന്റെ ദൂതൻ ഇടപെട്ട് അദ്ദേഹത്തെ മറ്റൊരു പർവ്വതത്തിലേക്ക്, ഹോറേബ് പർവ്വതത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരുത്തുകയാണ്. 40 ദിവസം അദ്ദേഹം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും ദൈവത്തിന്റെ സ്വരം കേൾക്കുക. പിന്നീട് അതിലേറെ ശക്തിയോടുകൂടെ ഇദ്ദേഹം ആരെ ഭയപ്പെട്ടോ ആഹാബ് രാജാവിന്റെയും ഇസബൽ രാജ്ഞിയുടെ മുമ്പാകെ വന്ന് വീണ്ടും ശക്തമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഭയം വന്നാൽ പിന്നീട് ദൈവിക ശുശ്രൂഷ നടത്താനായിട്ട് പറ്റില്ല, ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഭയം എന്നൊരു വികാരം നമ്മളെ ആരെങ്കിലും ഭരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ദൈവം എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇത്തരത്തിലുള്ള ഭയങ്ങളുണ്ട്. എൻ്റെ മക്കൾ നശിച്ചു പോകുമോ എന്നുള്ളൊരു ഭയം, എൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം, എനിക്ക് രോഗം വരുമോ എന്നുള്ളൊരു ഭയം. അങ്ങനെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എനിക്ക് ക്യാൻസർ വരുമോ എന്നുള്ള പേടി കൊണ്ട് നടക്കുന്ന ആളുകൾ, അവരിടയ്ക്കിടയ്ക്ക് പോയിട്ട് ക്യാൻസർ ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒത്തിരി ആളുകൾ എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെയുള്ളൊരു ഭയം ഉള്ളിലുണ്ടോ? ഒരു സാധ്യതയുണ്ട് അതിന്റെ അപ്പുറത്ത് ഒരു തകർച്ച വരാൻ. ഈ ഭയവുമായിട്ട് പോയാൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. അതുകൊണ്ട് ഭയപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമേ. അതോടുകൂടെ നമ്മുടെ 3-ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്: ഞാൻ സ്വസ്ഥനായില്ല, വിശ്രമിച്ചില്ല, ആശ്വസിച്ചതുമില്ല, പിന്നെയും അതിവേദന എടുക്കുന്നു. അപ്പോ വലിയ വേദനയുടെ പാരമ്യത്തിലൂടെ അദ്ദേഹം വീണ്ടും കടന്നുപോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് 4-ാമത്തെ അധ്യായത്തിന്റെ ആരംഭത്തിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ ഒന്നാമനായ ഹേമാന്യനായ എലീഫസ് സംസാരിക്കുവാനായിട്ട് ആരംഭിക്കുക. ഈ 3 സുഹൃത്തുക്കളും കഴിഞ്ഞ 7 ദിവസം ജലപാനമില്ലാതെ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, ഇദ്ദേഹത്തിന് വേണ്ടി ഉപവാസം എടുത്ത് ഇവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ്. അതിനുശേഷം ഇയ്യോബ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ എലീഫസ് ഉത്തരം പറയാനായിട്ട് തുടങ്ങുകയാണ്. അദ്ദേഹം ആദ്യം തന്നെ ഇയ്യോബിന് ഒരു പ്രയാസം ഉണ്ടാകാത്ത രീതിയിൽ സംസാരിക്കാൻ ശ്രദ്ധിക്കുകയാണ്. 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിന്നോട് സംസാരിപ്പാൻ തുനിഞ്ഞാൽ നീ മുഷിയുമോ? എന്നാൽ വാക്കടക്കുവാൻ ആർക്ക് കഴിയും? അതിനുശേഷം ഇയ്യോബിന്റെ ജീവിതത്തിലെ അദ്ദേഹത്തിന്റെ ചില ക്വാളിറ്റീസിനെ പറ്റി ഇദ്ദേഹം പറയുകയാണ്. 3-ഉം 4-ഉം വാക്യങ്ങൾ ഇങ്ങനെയാണ്: നീ പലരെയും ഉപദേശിച്ചു, തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു, വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി, കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു. ഇയ്യോബ് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. കാരണം പലരെയും ദൈവവചനത്തിലൂടെയുള്ള, വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്, വെറുതെ ഒരു ഉപദേശമല്ല, ദൈവത്തെ പറ്റിയുള്ള ഉപദേശങ്ങൾ, വചനത്തിലൂടെയുള്ള ഉപദേശങ്ങൾ കൊടുത്ത് പലരെയും ശക്തിപ്പെടുത്തിയ വ്യക്തിയാണ് ഇയ്യോബ്. അതിനുശേഷം വീഴുന്നവരെ വാക്കുകൊണ്ട് താങ്ങി എഴുന്നേൽപ്പിച്ച് മുഴങ്കാലിൽ ഉറപ്പിച്ചു നിർത്തിയ വ്യക്തിയാണ് ഇയ്യോബ്. പക്ഷേ 5-ാമത്തെ വാക്യത്തിലൂടെ എലീഫസ് ചോദിക്കുകയാണ്: ഇപ്പോൾ നിനക്കത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു, നിനക്കത് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു. നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ? നിന്റെ നടപ്പിന്റെ നിർമ്മലത നിന്റെ പ്രത്യാശ അല്ലയോ? അങ്ങനെ ഇയ്യോബിനോട് ചോദിക്കുകയാണ്. അതായത്, നിനക്ക് ഇതൊക്കെ വന്നപ്പോ നിനക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നില്ല അല്ലെ? പലരും നമ്മളോടൊക്കെ ചോദിച്ചിട്ടുണ്ടാവാം,
നമ്മുടെയൊക്കെ ഒരു വിഷമ ഘട്ടത്തിൽ, പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിരിക്കാം. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരാളോട് ഞാൻ ചോദിച്ചതാണ്, എൻ്റെ ഒരു സുഹൃത്തായ ഒരു അച്ഛനോട് തന്നെയാണ്. കാരണം അച്ഛൻ ഭയങ്കര നിരാശയിലായി. അച്ഛനൊരു വലിയ പ്രതിസന്ധി വന്നപ്പോൾ അച്ഛനൊരു നിരാശ കയറി പിടിച്ചു. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛ എന്തുമാത്രം വചന ശുശ്രൂഷകളിലൂടെ അനേകരെ അച്ഛൻ ബലപ്പെടുത്തിയതാ. ഈ സമയത്ത് ആ വചനങ്ങളൊക്കെ ഓർത്ത് നിരാശപ്പെടാതിരിക്കേണ്ട ഒരു വ്യക്തിയല്ലേ അച്ഛൻ? അങ്ങനെ ഉപദ്രവകരമായ രീതിയിൽ ചോദിക്കുകയല്ല പറഞ്ഞത്. അദ്ദേഹത്തെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, അദ്ദേഹത്തെ ബലപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചോദിക്കുകയുണ്ടായി. ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നേരിട്ട വ്യക്തികളായിരിക്കാം. അങ്ങനെയുള്ള ഒരു ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടി വരികയാണ്. അതിനുശേഷം 7-ാമത്തെ വാക്യത്തിലൂടെ ഇയ്യോബിന് എതിരെ ഒരു അല്പം പ്രയാസകരമായ രീതിയിൽ എലീഫസ് സംസാരിക്കുകയാണ്. ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവൻ ആര്? നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ? ഈ ചോദ്യം നമുക്കറിയാം. ഇത് പ്രത്യക്ഷത്തിലല്ല, പരോക്ഷത്തിൽ ഇയ്യോബേ, നിന്റെ ജീവിതത്തിന്റെ പാപം കൊണ്ടും നിന്റെ ജീവിതത്തിന്റെ കുറവുകൾ കൊണ്ടുമാണ് നിന്റെ ജീവിതം തകർന്നു പോയതെന്ന് പറഞ്ഞു വെക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവൻ ആരാണ്? നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ? അങ്ങനെ ചോദിക്കുകയാണ്. ഇയ്യോബിന്റെ പാപം നിമിത്തമാണിത് വന്നതെന്ന് പറയാതെ പറയുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അതിനുശേഷം ഇങ്ങനെയാണ്, ഞാൻ കണ്ടെടുത്തോളം അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവർ അത് തന്നെ കൊയ്യുന്നു. എന്താ പറയുന്നത്? ഞാൻ കണ്ടെടുത്തോളം അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവർ അത് തന്നെ കൊയ്യുന്നു. അപ്പോ ഇയ്യോബ് ഒരു അന്യായം ചെയ്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ രഹസ്യമായ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പാപങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ എലീഫസ് അദ്ദേഹത്തോട് പറയുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, ഈ ഒരു വാക്യം നമ്മളൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഞാൻ കണ്ടെടുത്തോളം അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവർ അത് തന്നെ കൊയ്യുന്നു. അതായത് മനുഷ്യൻ എന്ത് വിതയ്ക്കുന്നോ അത് തന്നെ കൊയ്യുന്നു. ഇതിനെ ബന്ധപ്പെടുത്തി പുതിയ നിയമത്തിൽ കുറെ വചനങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. 2 വചനങ്ങൾ അതിനെപ്പറ്റി ബന്ധപ്പെട്ടതൊന്ന് ചിന്തിക്കാം. ഗലാത്യർ 7-ാം അധ്യായം എന്ന് എടുക്കാമോ? ഗലാത്യർ 7:10. ഗലാത്യർ 7-ാം അധ്യായം 10-ാമത്തെ വാക്യം. മനുഷ്യൻ എന്ത് വിതയ്ക്കുന്നോ അത് കൊയ്യും എന്നുള്ള സൂചനകൾ തരുന്ന വചനങ്ങളാണ്. ഗലാത്യർ 7-ാം അധ്യായം 10-ാമത്തെ വാക്യം. ആർക്കെങ്കിലും വായിക്കാമോ? ഗലാത്യർ ആറാണല്ലോ. ഗലാത്യർ 6:10. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. അതിനു മുമ്പ് 7-ാമത്തെ വാക്യം വായിക്കാമോ? ദൈവത്തെ 6-ാം അധ്യായം 7-ാമത്തെ വാക്യം. 7-ാമത്തെ അല്ലെ? ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ. മതി. അതായത് പ്രിയപ്പെട്ടവരെ, ഇവിടെ എലീഫസ് പറയുന്നത് തിന്മ വിതയ്ക്കുന്നവൻ തിന്മ കൊയ്യുമെന്ന. ഇവിടെ പൗലോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും എന്താണ്? അവൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അതിനുശേഷം പറയുകയാണ്, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. അതായത് ഈ ശരീരത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തികൾ, ശരീരത്തിന്റെ സൗന്ദര്യം വർദ്ധിക്കണം, ശരീരത്തിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ മാത്രം കൊടുക്കണം, ശരീരത്തിന് നല്ല സുഖങ്ങൾ കിട്ടണം, ഇങ്ങനെയുള്ള ആഗ്രഹം മാത്രമായിട്ട് ജീവിക്കുന്ന വ്യക്തികളെ പറ്റി പറയുകയാണ്. അവർ നാശം കൊയ്യും. ജഡത്തിൽ വിതച്ചാൽ ജഡത്തിൽ നാശം കൊയ്യും. പിന്നീട് പറയുകയാണ്, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. അതായത് ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുകയും വചനം വായിച്ച് പഠിക്കുകയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും നല്ല സൽപ്രവർത്തികൾ ചെയ്യുകയും ചെയ്ത് ജീവിക്കുന്നവനെ പറ്റി പറയുകയാണ്, അവൻ നിത്യജീവനെ കൊയ്യും. എന്നിട്ട് പറയുകയാണ്, നന്മ ചെയ്യുകയിൽ നാം മടുത്ത് പോകരുത്. അടുത്ത ഒരു വാക്യം 2 കോരിന്ത്യർ 9-ാം അധ്യായം എടുക്കാമോ? 2 കോരിന്ത്യർ 9-ാം അധ്യായം. 2 കോരിന്ത്യർ 9-ാം അധ്യായം 6-ാമത്തെ വാക്യം. 2 കോരിന്ത്യർ 9:6.
എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവിൻ. മതി മതി. ഇത് ചാരിറ്റിയോട് ബന്ധപ്പെടുത്തി പറയുന്ന ഒരു കാര്യമാണ്. നന്നായിട്ട് കൊടുക്കുന്നവൻ അതിന് നന്നായിട്ട് കിട്ടും, ലോഭമായിട്ട് കൊടുക്കുന്നവന് ലോഭമായിട്ട് കിട്ടുമെന്നാണ്. എന്നിരുന്നാലും ഇതിനകത്തൊരു ആത്മീയ സത്യമുണ്ട്. നമ്മള് ലോഭമായിട്ട് അല്ലെങ്കിൽ ശുഷ്കമായ രീതിയിൽ നന്മ ചെയ്താൽ ആ ശുഷ്കമായ രീതിയിൽ തന്നെ നന്മ അനുഭവിക്കാൻ പറ്റും. അതിന് ശേഷം പറയുകയാണ്, ധാരാളമായിട്ട് നന്മ വിതച്ചാൽ ധാരാളമായിട്ട് നന്മ കൊയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ തിന്മയും അങ്ങനെ പറയാം, ധാരാളമായിട്ട് തിന്മ ചെയ്താൽ ധാരാളമായിട്ട് തന്നെ തിന്മ കൊയ്തെടുക്കുവാനായിട്ടും സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നന്മ ചെയ്യുന്ന കാര്യത്തിൽ ഉത്സഹരാകണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനുശേഷം 8ാമത്തെ വാക്യം നമ്മൾ വായിച്ചത്, 9ാമത്തെ വാക്യം, 4-ാം അധ്യായം 9ാമത്തെ വാക്യം, ദൈവത്തിന്റെ ശ്വാസത്താൽ അവർ നശിക്കുന്നു, അവന്റെ കോപത്തിന്റെ ഊത്തിനാൽ മുടിഞ്ഞു പോകുന്നു. അതായത് നിർദോഷിയായിട്ട് ജീവിച്ച് നശിച്ചവൻ ആര്, നേരുള്ളവൻ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ദോഷിയായിട്ട് ജീവിച്ചവന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് പറയുന്നത്. ദൈവത്തിന്റെ ശ്വാസത്താൽ അവർ നശിക്കുന്നു, അവന്റെ കോപത്തിന്റെ ഊത്തിനാൽ മുടിഞ്ഞു പോകുന്നു, സിംഹത്തിന്റെ ഗർജനവും കേസരിയുടെ നാദവും ബാലസിംഹങ്ങളുടെ ദന്തങ്ങളും അറ്റുപോയി, സിംഹം ഇരകെട്ടായികയാൽ നശിക്കുന്നു, സിംഹികളുടെ കുട്ടികൾ ചിതറിപ്പോകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദോഷിയായിട്ട് ജീവിക്കുന്നവന്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കും, ദൈവത്തിൽ നിന്ന് നാശം വന്ന് ഭവിക്കുമെന്ന് ഇയ്യോബിനോട് പറയുകയാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ഇത്ര തീവ്രമായ വേദനകളിലൂടെ കടന്നു പോകുന്ന ആ മനുഷ്യനെ വീണ്ടും വേദനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം എലീഫസ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ദർശനത്തെ പറ്റി പറയുകയാണ്. ആ ദർശനത്തെ പറ്റിയാണ് 12 മുതലുള്ള വാക്യങ്ങളിൽ അദ്ദേഹം പറയുന്നത്. ഒന്ന് വായിക്കാമോ? 12ാമത്തെ വാക്യം മുതൽ. എന്റെ അടുക്കൽ ഒരു ഗൂഢവചനം എത്തി, അതിന്റെ മന്ദസ്വരം എന്റെ ചെവിയിൽ കടന്നു. മനുഷ്യർക്ക് ഗാഠനിദ്ര പിടിക്കുന്ന നേരം രാത്രി ദർശനങ്ങളാലുള്ള മനോഭാവനകളിൽ ഭയവും നടുക്കവും എന്നെ പിടിച്ചു. എന്റെ അസ്ഥികളൊക്കെയും കുലുങ്ങിപ്പോയി. ഒരാത്മാവ് എന്റെ മുഖത്തിനെതിരെ കടന്നു, എന്റെ ദേഹത്തിന് രോമഹർഷം ഭവിച്ചു. ഒരു പ്രതിമ എന്റെ കണ്ണിനെതിരെ നിന്നു, എങ്കിലും അതിന്റെ രൂപം ഞാൻ തിരിച്ചറിഞ്ഞില്ല. മന്ദമായൊരു സ്വരം ഞാൻ കേട്ടതെന്നാൽ, മർത്യൻ ദൈവത്തിലും നീതിമാനാകുമോ, നരൻ സൃഷ്ടാവിലും നിർമ്മലനാകുമോ? ഇതാ മതി. അതായത് അദ്ദേഹത്തിന് ഒരു രാത്രിയിൽ ഒരു ദർശനം ഉണ്ടാകുകയാണെന്ന് പറയുന്നത് ഒരുപക്ഷെ ദൈവാത്മാവാകാം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ദൂതനാകാം. അദ്ദേഹം തന്നെ അത് അവകാശപ്പെടുന്നതാണ്. എന്നിട്ട് അദ്ദേഹം കേൾക്കുന്ന ഒരു വാക്യമാണ് 17ാമത്തെ വാക്യം, മർത്യൻ ദൈവത്തിലും നീതിമാൻ ആകുമോ, നരൻ സൃഷ്ടാവിലും നിർമ്മലനാകുമോ? ഇത് പറയുന്നതെല്ലാം ഇയ്യോബിന് എതിരായിട്ടുള്ള ഒരു സംസാരമാണ്. കാരണം നീ നീതിമാനാണെങ്കിൽ ദൈവം ഇങ്ങനെ ചെയ്യുമായിരുന്നോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അതിനുശേഷം നരൻ സൃഷ്ടാവിലും നിർമ്മലനാകുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് 18ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, ഇതാ സ്വദാസന്മാരിലും അവന് വിശ്വാസമില്ല, തന്റെ ദൂതന്മാരിലും അവൻ കുറ്റം ആരോപിക്കുന്നു. അപ്പൊ ദൈവം ഇങ്ങനെയാണെന്ന് എലീഫസ് പറയുകയാണ്. ദൈവത്തിന്റെ മാലാഖമാരുടെ ഇടയിൽ പോലും കുറവുകൾ ദൈവം കണ്ടെത്തുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം ദാസന്മാരുടെ ഇടയിലും ദൈവം കുറവുകൾ കണ്ടെത്തുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ പൊടിയിൽ നിന്ന് ഉത്ഭവിച്ച് മൺപുരകളിൽ പാർത്ത് പുഴുപോലെ ചതഞ്ഞു പോകുന്നവരിൽ എത്രയധികം കുറ്റം കണ്ടെത്താം. അതായത് പൊടിയിൽ നിന്നാരാ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്? മനുഷ്യൻ. അപ്പൊ ഈ പൊടിയിൽ നിന്നുണ്ടായിരിക്കുന്നവൻ എത്രയധികമായിട്ട് പാപിയാണ്, കുറവുള്ളവനാണ്. ആ കുറവുകൾ ദൈവം കണ്ടെത്തുമെന്ന് അദ്ദേഹം പറയുകയാണ്. അതിനുശേഷം 20ാമത്തെ വാക്യം 20-21 അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഉഷസ്സിനും സന്ധ്യയ്ക്കും മധ്യേ അവർ തകർന്നു പോകുന്നു, ആരും ഗണ്യമാക്കാതെ അവർ എന്നേക്കും നശിക്കുന്നു. അവരുടെ കൂടാരക്കയർ അറ്റുപോയിട്ട് അവർ ജ്ഞാനഹീനരായി മരിക്കുകയില്ലയോ? വിളിച്ച്. അതിനുശേഷം 5ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എലീഫസിന്റെ പ്രഭാഷണം 2 അധ്യായങ്ങളിലാണ്, 4-ലും 5-ലും. 5-ല് അദ്ദേഹം ചോദിക്കുകയാണ്, വിളിച്ചു നോക്കുക, ഉത്തരം പറയുന്നവനുണ്ടോ? നീ വിശുദ്ധന്മാരിൽ ആര് ശരണം പ്രാപിക്കും? നീരസം ഭോഷനെ കൊല്ലുന്നു, ഈർഷ്യ മൂടനെ ഹിംസിക്കുന്നു. മൂടൻ വേരുന്നത് ഞാൻ കണ്ടു, ക്ഷണത്തിൽ അവന്റെ പാർപ്പിടത്തെ ശപിച്ചു. ഇയ്യോബിനോട് പറയാണ്, നീ ഒരു വിശുദ്ധനെ വിളിക്ക്, ആരാണ് നിന്നെ സഹായിക്കുന്നതെന്ന് നോക്കാം. അതിനുശേഷം പറയുകയാണ്, നീരസവും ഈർഷ്യയും മൂടനെ ഹിംസിക്കുന്നു. അതായത്
നീരസം കൊണ്ടോ ഈർഷ്യ കൊണ്ടോ കാര്യമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് പിന്നീട് അദ്ദേഹം പറയുകയാണ്. 8ാമത്തെ വാക്യം മുതൽ ഈ ഏലിഫസ് ഇയ്യോബിനൊരു ഉപദേശം കൊടുക്കുകയാണ്. അത് 8ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. 8ാമത്തെ വാക്യം 5-ാം അധ്യായം 8ാമത്തെ വാക്യം. മനുഷ്യൻ ഞാൻ ദൈവത്തിങ്കലേക്ക് നോക്കുമായിരുന്നു, എന്റെ കാര്യം ദൈവത്തിങ്കൽ ഏൽപ്പിക്കുമായിരുന്നു. ഞാൻ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയായിരുന്നെങ്കിൽ, ഏത് സാഹചര്യത്തിലൂടെ? ഇയ്യോബ് പോയ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ ദൈവത്തെങ്കിലേക്ക് നോക്കുമായിരുന്നു, എന്റെ കാര്യം ദൈവത്തിൽ ഏൽപ്പിക്കുമായിരുന്നു. ഇയ്യോബ് ഇങ്ങനെ പരാതി പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ അദ്ദേഹം പറയുന്ന കാര്യമാണ്, ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു, ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചേനെ, ഞാൻ എൻ്റെ ജീവിതം പരിപൂർണമായിട്ടും ദൈവത്തിന് സമർപ്പിക്കുമായിരുന്നു എന്ന് പറയുകയാണ്. പിന്നീട് 9 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളിൽ അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ എന്തെല്ലാം സംഭവിക്കും. എന്നിട്ട് അദ്ദേഹം ദൈവത്തെ പുകഴ്ത്തുകയും ദൈവത്തിന്റെ സവിശേഷതകളെ പറ്റി പറയുകയും ചെയ്യുകയാണ്. അതിന്റെ ഒരു വാക്യം വായിക്കാം. അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു, അവൻ ഭൂതലത്തിൽ മഴ പെയ്യിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന്റെ കുറെ സവിശേഷതകളെ പറ്റി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഇയ്യോബിനെ അല്പമൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പരിശ്രമം നടത്തുകയാണ് ഈ അവസാന ഭാഗത്ത്. ഇതുവരെ ഇയ്യോബിനെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ സംസാരിച്ചു. എന്നാൽ 17 മുതലുള്ള വാക്യങ്ങളിൽ അല്പം ആശ്വസിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണ്. 17ഉം 18ഉം വാക്യങ്ങളൊന്ന് വായിക്കാമോ? 17ഉം 18ഉം വാക്യങ്ങൾ ദൈവം ശാസിക്കുന്ന മനുഷ്യൻ വായിച്ചോ? ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സർവശക്തന്റെ ശിക്ഷ നീ നിരസിക്കരുത്. അവൻ മുറിവേൽപ്പിക്കുകയും മുറി കെട്ടുകയും ചെയ്യുന്നു. അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. ഏലിഫസ് ഇയ്യോബിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ നോക്കുകയാണ്. ദൈവം ഈ തരത്തിൽ നിനക്ക് എല്ലാം വരുത്തി തീർത്തുവെങ്കിലും ദൈവം അത് നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ദൈവം മുറിവേൽപ്പിക്കുകയും മുറി കെട്ടുകയും ചെയ്യുന്നു, അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണ്. ഇങ്ങനെ ഇതിനോട് ബന്ധപ്പെട്ട കുറെ വചനങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കണ്ടെത്താൻ സാധിക്കും. വെളിപാട് പുസ്തകം 3:19 എഴുതി വെച്ചാൽ മതി. വെളിപാട് 3:19, സദൃശ്യവാക്യം 3:11-12, എബ്രായർ 12-12 അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങളിലെല്ലാം ഇതിനോട് ബന്ധപ്പെട്ട് വാക്യങ്ങളാണ്. അതായത് ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ദൈവം ശാസിക്കുന്ന വ്യക്തികൾ ഇതിനോട് ബന്ധപ്പെട്ടതാണ്. അവൻ മുറിവേൽപ്പിക്കുകയും മുറി കെട്ടുകയും ചെയ്യുന്നു. അടുത്ത ആഴ്ച കുറെ കൂടെ ഇതിനെപ്പറ്റി ചിന്തിക്കുവാനായിട്ട് ശ്രദ്ധിക്കാം. അതുകൊണ്ട് ഇങ്ങനെ ഒരു ആശ്വാസ വചനം പറയാനായിട്ട് നോക്കുകയാണ്. പിന്നീട് 19ാമത്തെ വാക്യത്തിൽ എലിഫസ് പറയുകയാണ്, 6 കഷ്ടതയിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7ാമത്തേതിൽ തിന്മ നിന്നെ തൊടുകയില്ല. ദൈവത്തിൽ ആശ്രയിച്ചാൽ 6 കഷ്ടതയിൽ നിന്ന് വിടുവിക്കുന്നു പറയുകയാണ്. പിന്നീട് ആ 6 കഷ്ടത എന്തൊക്കെയാണെന്ന് 20, 21, 22 വാക്യങ്ങളിലൂടെ പറയുകയാണ്. 1, ക്ഷാമകാലത്ത് അവൻ നിന്നെ മരണത്തിൽ നിന്നും. 2, യുദ്ധത്തിൽ വാളിന്റെ വെട്ടിൽ നിന്നും വിടുവിക്കും. 3, നാവെന്ന ചമ്മട്ടിക്ക് നീ ഗുപ്തനാകും. 4, നാശവും. 5, ക്ഷാമവും കണ്ടു നീ ചിരിക്കും. 6, കാട്ടുമൃഗങ്ങളെ നീ പേടിക്കുകയില്ല. ഈ 6 ഉപദ്രവങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാവുകയില്ലെന്ന് എലിഫസ് പറയുകയാണ്. 1, ക്ഷാമകാലത്ത് അവൻ മരണത്തിൽ നിന്ന് രക്ഷിക്കും, യുദ്ധത്തിൽ വാളിന്റെ വെട്ടിൽ നിന്ന് വിടുവിക്കും, നാവെന്ന ചമ്മട്ടിക്ക് നീ ഗുപ്തനാകും. പിന്നീട് പറയുകയാണ്, നാശവും ക്ഷാമവും കണ്ട് നീ ചിരിക്കും, കാട്ടുമൃഗങ്ങൾ നിന്നെ പേടിക്കുകയില്ല. അതിനുശേഷം ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്. പിന്നീട് അയ്യൂബിനെ ആശ്വസിപ്പിക്കാൻ നോക്കിയാണ്. വയലിലെ കല്ലുകളോട് നിനക്ക് സഖ്യതയുണ്ടാകും, കാട്ടിലെ മൃഗങ്ങൾ നിന്നോട് ഇണങ്ങിയിരിക്കും, നിന്റെ കൂടാരം നിർഭയം എന്ന് നീ അറിയും. ഇങ്ങനെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട് എലിഫസ് തന്റെ ആദ്യത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് ഈ അധ്യായത്തിലൂടെ. പ്രിയപ്പെട്ടവരെ, 3, 4, 5 അധ്യായങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്.
ഇതിനകത്ത് ഒത്തിരി ഉൾക്കാഴ്ചകൾ ദൈവം നമുക്ക് തന്നു. ദിവസത്തെ ശപിച്ച ഇയ്യോബ് പിന്നീട് യിരെമ്യാവും അതുപോലെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നീട് ഇയ്യോബ് കുറെ ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുകയാണ്. ഞാൻ എന്തുകൊണ്ട് ഗർഭപാത്രത്തിൽ വെച്ച് മരിച്ചു പോയില്ല? അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിലൂടെ ആശ്വാസം കണ്ടെത്താനായിട്ട് നോക്കുകയാണ്. പിന്നീട് അദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. അതുകൊണ്ട് എന്ത് ഭയപ്പെടുന്നോ അത് ഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വേദപുസ്തകം ഭയപ്പെടരുത് എന്ന് എല്ലാ ദിവസവും നമുക്ക് ആഹ്വാനം തരുന്നത്. പിന്നീട് ഏലീഫസ് അദ്ദേഹത്തിനെതിരായി സംസാരിക്കുകയാണ്. ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ 4-5 അധ്യായങ്ങൾ, അതാണ് നമ്മൾ ചിന്തിച്ചത്, ഇയ്യോബിനെ പ്രയാസപ്പെടുത്തുന്ന തരത്തിൽ സംസാരിക്കുന്നുണ്ട്. ഇനിയുള്ള അധ്യായത്തിൽ ഇയ്യോബ് അതിന് ഉത്തരം പറയുന്നതാണ്. ഇന്ന് ഇതോടുകൂടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഇന്ന് നമ്മുടെ ബൈബിൾ സെഷന് ഒരു പ്രത്യേകതയുണ്ട്. അത് മറ്റൊന്നുമല്ല, 100 ദിവസം തികഞ്ഞു. 100ാമത്തെ ബൈബിൾ സെഷനാണ്. ദൈവത്തോട് നന്ദി അർപ്പിക്കുന്നു. അജിയേച്ചനെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ജെറി, അതുപോലെ തന്നെ ഷീജ, ഷാജി, മരിയ എന്നിവരോടുള്ള നന്ദി അർപ്പിക്കുകയാണ്. പങ്കെടുക്കുന്ന നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. മർത്തമറിയം സമാജത്തിന്റെ അടുത്ത സെഷൻ ആരംഭിക്കുന്നതാണ്, അതുകൊണ്ട് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്ന് നിർണ്ണയിക്കുന്നതിനെ ആമേൻ. കാരുണ്യവാനായ ദൈവമേ, കഴിഞ്ഞ 100 സെഷനിലൂടെ അങ്ങയുടെ തിരുവചനത്തിന്റെ ആഴങ്ങളും വെളിപ്പെടുത്തി ദൈവമേ, തിരുവചനത്തിന്റെ മാധുര്യം രുചിച്ചറിയുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, അജിയേച്ചനെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. കൂടുതലായി ദൈവമേ, ദൈവവചനം ഇനിയും അനേകർക്ക് പകർന്നു കൊടുക്കുവാനും അനേകരെ അങ്ങയുടെ ഹൃദയ സ്നേഹത്തിലേക്ക് അടുപ്പിക്കാനും അവിടുത്തെ ഭവിഷ്യത്തിനെ അവിടുന്ന് സഹായിക്കണമേ. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവമേ, ഈ ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ദൈവമേ, വെളിപാട് 1-ാം അധ്യായം 3 പറയുന്നത് പോലെ എൻ്റെ ഈ വചനങ്ങൾ വായിക്കുകയും ഇത് കേൾക്കുകയും ഇത് വായിച്ച് കേൾപ്പിക്കുകയും ഇത് അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ എന്നുള്ള ഒരു ഭാഗ്യാവസ്ഥയിലൂടെ കടന്നു പോകുവാൻ തക്കവണ്ണം ഈ സമൂഹത്തെ മുഴുവനോടുന്ന് അനുഗ്രഹിക്കണമേ. നാളത്തെ വിശുദ്ധ ബലിയിലേക്ക് ഞങ്ങളെ ഒരുക്കണമേ. അവിടുത്തെ വലിയ കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, മോർഗീവറിസഹതായി സകല പരിശുദ്ധന്മാരും ശുദ്ധിമതികളുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ ആമേൻ. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.